ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ആഴമേറിയ ആത്മീയ അർത്ഥം മറഞ്ഞിരിക്കുന്ന ഒരു സംഖ്യയാണ് 7. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിളിലുടനീളം 7 വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. 7 പൂർത്തീകരണത്തിൻ്റെയും സമ്പൂർണതയുടെയും ഒരു നമ്പറായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. ഈ സംഖ്യയുടെ ആദ്യ പരാമർശം സൃഷ്ടിയുടെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണവുമായും പൂർണ്ണതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തി 7-ാം ദിവസം വിശ്രമിക്കുന്ന പിതാവിനെ നമുക്ക് ഉൽപ്പത്തിയിൽ കാണാം. കേൾക്കൂ. ഉൽപ്പത്തി 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം വിശ്രമിച്ചു. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് അവിടുന്ന് വിശ്രമിച്ചതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. 7 ഒരു പരിശുദ്ധിയുടെ സംഖ്യയാണ്. കുഷ്ഠരോഗിയായ നയമാൻ ഏലീശയുടെ അടുത്ത് ചെന്നത് കുഷ്ഠരോഗം സൗഖ്യപ്പെടാനായിരുന്നു. ഏലീശ പറഞ്ഞത് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക എന്നാണ്, അപ്പോൾ ശുദ്ധി വരും. ഏലീശയുടെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി ശുദ്ധനായി നയമാൻ മടങ്ങി. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ മേൽപ്പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് കാണാം. സങ്കീർത്തനം 12:6 ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേൾക്കൂ. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൂർത്തീകരണവുമായി 7 ബന്ധപ്പെട്ടിരിക്കുന്നു. യോശുവ 6-ാം അധ്യായത്തിൽ യെരിഹോ മതിലുകൾ ഇടിഞ്ഞത് വിവരിക്കുന്നുണ്ട്. 7 ദിവസം 7 പുരോഹിതന്മാർ യെരിഹോയെ ചുറ്റുന്നു. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. സമാഗമന കൂടാരത്തിൻ്റെ തങ്കം കൊണ്ടുള്ള നിലവിളക്കിൽ 7 ദീപങ്ങൾ ഉണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിക്കുവാൻ തക്കവണ്ണം നിർമ്മിക്കണമെന്ന നിർദ്ദേശം പുറപ്പാട് 25:37 കാണാം. യേശുവും ഈ സംഖ്യ ഉപയോഗിക്കുന്നുണ്ട്. സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ 7 തവണ എന്ന് മറുപടി പറയുന്നു. അതായത് പൂർണ്ണമായ ഒരു ക്ഷമയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെളിപാടിലാണ് 7 ഏറ്റവും അധികം പ്രസ്താവിച്ചിട്ടുള്ളത്. 7 സഭകൾ, 7 പൊൻനിലവിളക്കുകൾ, 7 നക്ഷത്രം, 7 ദൂതന്മാർ, ഇവയൊക്കെ 1-ാം അധ്യായത്തിൽ കാണാം. 7 പ്രാവശ്യം പറയുന്ന ഒരു വാചകം വെളിപ്പാടിലുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നതാണത്. വെളിപാട് 2-3 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. വെളിപാട് 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 വിളക്കുകൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. വെളിപ്പാട് 5-ാം അധ്യായത്തിൽ 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു ചുരുൾ പൊട്ടിക്കാൻ യോഗ്യനായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കാണാം. 7-ാം മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചപ്പോൾ 7 കാഹളം പിടിച്ചുകൊണ്ട് 7 ദൂതന്മാർ നിൽക്കുന്നതായി കാണുന്നു. വെളിപ്പാട് 10-ാം അധ്യായത്തിൽ 7 ഇടികൾ നാദങ്ങൾ മുഴക്കിയെന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് 15-ൽ 7 ബാധകളുള്ള 7 ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. ദൈവക്രോധം ഇവരിലൂടെ പൂർത്തിയാകുന്നു. ഇവരുടെ കയ്യിൽ 7 പാത്രങ്ങളും ഉണ്ട്. വെളിപാട് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ കുഞ്ഞാടിനെ ഇങ്ങനെ വിവരിക്കുന്നു. അവന് 7 കൊമ്പും ഭൂമിയിൽ എല്ലായിടത്തേക്കും അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 കണ്ണുമുണ്ട്. സമാനതകളില്ലാത്ത ഒരു പൂർണ്ണതയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലായിടത്തേക്കും എത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. ദൈവം ആദത്തിനെ സൃഷ്ടിച്ച കണക്ക് പരിശോധിച്ചാൽ ഇപ്പോൾ 6000 വർഷത്തിലേറെയായിരിക്കുന്നു. അതായത് 7,000 അടുത്ത് വരുന്നു. അതും ഒരു പൂർത്തീകരണത്തിലേക്കാണ്. എല്ലാം കൂട്ടി വായിച്ചാൽ എല്ലാം ഒരു പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.